ഒരിക്കൽ പത്രം വിറ്റു നടന്ന ഒരു സാധാരണ പയ്യൻ പിന്നീടൊരു രാജ്യത്തിന്റെ രാഷ്ട്രപതിയും മിസൈൽ മാനുമായി മാറി. കേൾക്കുമ്പോൾ ഒരു സിനിമക്കഥ പോലെ തോന്നുന്നുണ്ടല്ലേ? ഇത് പക്ഷേ സിനിമയല്ല. ലക്ഷക്കണക്കിന് ആളുകളെ, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ ജീവിതമാണ്. നമുക്കദ്ദേഹത്തിന്റെ ആ അവിശ്വസനീയമായ യാത്രയൊന്ന് കണ്ടുവരാം. നോക്കൂ, ഇത് വെറുമൊരു ഉദ്ധരണി മാത്രമല്ല. ഡോക്ടർ കലാമിന്റെ ജീവിതത്തിന്റെ ആകെത്തുക ഈ വാക്കുകളിലുണ്ട്. സ്വപ്നം കാണുക, അത് ചിന്തയാകും, ആ ചിന്ത നിങ്ങളെക്കൊണ്ട് പ്രവർത്തിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ വിജയത്തിനും പിന്നിലുമുണ്ടായിരുന്ന ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ഊർജം, ഈ ഒരു തത്വമായിരുന്നു. അപ്പോ ഈ യാത്ര നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്? രാമേശ്വരത്തെ ഒരു സാധാരണ കുട്ടിക്കാലത്തുനിന്ന് തുടങ്ങി ആകാശത്തേക്ക് കുതിച്ചതും ഇന്ത്യയുടെ മിസൈൽ മാൻ ആയതും പിന്നെ ജനങ്ങളുടെ സ്വന്തം രാഷ്ട്രപതിയായതും, അങ്ങനെ 6 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകാൻ പോകുന്നത്. ഇതൊരു വെറും ബയോഗ്രഫിയല്ല, ഒരു രാജ്യത്തിന് മുഴുവൻ പ്രചോദനമായ ഒരു ഇതിഹാസമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. ഏതൊരു വലിയ യാത്രയ്ക്കും ഒരു ചെറിയ തുടക്കമുണ്ടാകുമല്ലോ അല്ലേ? ഡോക്ടർ കലാമിന്റെ സ്വപ്നങ്ങളുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? അത് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്നാണ്. 1931 ഒക്ടോബർ 15 വളരെ സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ, വളരെ എളിയ ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അപ്പൊ ചെറുപ്പത്തിലേ മനസ്സിലാക്കി ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് പണമല്ലെന്ന്. നമ്മളെ കേട്ടിട്ടില്ലേ, പഠിക്കാൻ വേണ്ടി പത്രം വിൽക്കാൻ പോയ കഥയൊക്കെ? അതെ, ആ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതത്തിന്റെ പല യാഥാർത്ഥ്യങ്ങളും അദ്ദേഹം നേരിട്ട് കണ്ടു. ഒരുപക്ഷെ ആ അനുഭവങ്ങളായിരിക്കാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ആ ഒരു ഉരുക്കിന്റെ കരുത്ത് നൽകിയത്. അച്ചടക്കം, ആത്മവിശ്വാസം, കഠിനാധ്വാനം, ഈ 3 കാര്യങ്ങൾ, ഇവ അദ്ദേഹത്തിന് വെറും വാക്കുകളായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ആയുധങ്ങളായിരുന്നു. എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനും ആകാശത്തോളം ഉയരത്തിൽ സ്വപ്നം കാണാനും അദ്ദേഹത്തെ സഹായിച്ചത് ഈ 3 അടിത്തറകളാണ്. അപ്പോ ആ ഒരു ഉറച്ച അടിത്തറയുമായിട്ടാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു? ആകാശം കീഴടക്കുക. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ശാസ്ത്രലോകത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പൊ നോക്കൂ, അദ്ദേഹത്തിന്റെ കരിയർ പാത്ത് എത്ര ക്ലിയർ ആയിരുന്നുവെന്ന്. ആദ്യം ഫിസിക്സിലൊരു ബിരുദം, അവിടെ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ സ്പെഷ്യലൈസ് ചെയ്തു. പിന്നെ നേരെ DRDO, ISRO, ഇന്ത്യയുടെ അഭിമാന സ്ഥാപനങ്ങളിലേക്ക്. ഈ യാത്രയുടെ എല്ലാം ഒരു ക്ലൈമാക്സ് ആയിരുന്നു 1980 സംഭവിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതായത് SLV-3 വിജയകരമായി വിക്ഷേപിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിമിഷമാണ് ഇന്ത്യയെ ലോക ബഹിരാകാശ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത്. അപ്പോ ആകാശത്ത് ഇന്ത്യയുടെ പേരെഴുതി ചേർത്ത അതേ വ്യക്തി രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലും തന്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ തുടങ്ങി. അവിടെയാണ് അദ്ദേഹത്തിന് ആ പേര് വീഴുന്നത്, ഇന്ത്യയുടെ മിസൈൽ മാൻ. രാജ്യം മുഴുവൻ അദ്ദേഹത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അങ്ങനെ വിളിച്ചു. അഗ്നി, പൃഥ്വി, ആകാശ്, നാഗ്, കേൾക്കുമ്പോൾ തന്നെ ഒരു പവറില്ലേ? ഇവ വെറും മിസൈലുകളുടെ പേരുകൾ മാത്രമല്ല. ഡോക്ടർ കലാമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ശക്തിയുടെ പ്രതീകങ്ങളാണിവ. പ്രതിരോധ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ അടയാളങ്ങൾ. 1998 ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ നിർണായകമായൊരു വർഷമായിരുന്നു അത്. എന്തുകൊണ്ട്? പൊക്രാനിലെ ആ ആണവ പരീക്ഷണങ്ങൾ. ആ ഒരു ദൗത്യത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അതോടുകൂടിയാണ് ഇന്ത്യ ഒരു ആണവശക്തിയാണെന്ന് ലോകത്തിനു മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ ഒരു ശാസ്ത്ര പ്രതിരോധ ശക്തിയാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശേഷം ഡോക്ടർ കലാം തന്റെ ജീവിതത്തിൽ പുതിയൊരു റോളിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന്. 2002 അദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായി ചുമതലയേറ്റു. അപ്പോ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന് എല്ലാവരും വിളിച്ചത്? എന്തായിരുന്നു ആ പ്രത്യേകത? അതിന്റെ ഉത്തരം രാഷ്ട്രപതി ഭവനിലെ ആഡംബരങ്ങളിലോ അധികാരത്തിലോ ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച ആ ലാളിത്യത്തിലായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഒരു ക്ലാസ് മുറിയിലെ അവസാന ബെഞ്ചുകളിലായിരിക്കും രാജ്യത്തെ ഏറ്റവും മികച്ച തലച്ചോറുകളിരിക്കുന്നത് എന്ന്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. സാധാരണക്കാരിൽ സാധാരണക്കാരോടും, പ്രത്യേകിച്ച് കുട്ടികളോടും വിദ്യാർത്ഥികളോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരടുപ്പം. അതുപോലെ രാജ്യത്തിന്റെ ഏതു കോണിലുള്ള ഒരു കുട്ടിക്കുപോലും വലിയ കഴിവുകളുണ്ടാകുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം, ഇതൊക്കെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്.
അപ്പോ ശാസ്ത്രജ്ഞനായി, രാഷ്ട്രപതിയായി, പക്ഷെ അവിടെയും തീർന്നില്ല അദ്ദേഹത്തിന്റെ റോളുകൾ. ദശലക്ഷക്കണക്കിന് ആളുകളെ തന്റെ വാക്കുകളിലൂടെ പ്രചോദിപ്പിച്ച ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു പോകാനുള്ള ഒന്നായിരുന്നില്ല. അതൊരു രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി എഴുതിയൊരു റോഡ് മാപ്പ് പോലെയായിരുന്നു. അഗ്നിച്ചിറകുകൾ, ജ്വലിക്കുന്ന മനസ്സുകൾ, ഇന്ത്യ 2020. ഈ പുസ്തകങ്ങളുടെയൊക്കെ പേരുകൾ കേൾക്കാത്തവർ കുറവായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇന്ത്യയുടെ കഴിവുകളിൽ വിശ്വസിക്കാനും വലിയ സ്വപ്നങ്ങൾ കാണാനും ഈ പുസ്തകങ്ങൾ എത്രമാത്രം പ്രചോദനം നൽകിയെന്നതിന് കണക്കില്ല. രാഷ്ട്രപതി പദവി ഒഴിഞ്ഞു, ഇനി വിശ്രമജീവിതം എന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. പക്ഷെ അദ്ദേഹം എങ്ങോട്ടാ തിരിച്ചുപോയത്? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റോളിലേക്ക്, ഒരു അധ്യാപകന്റെ റോളിലേക്ക്. അറിവ് പകർന്നു കൊടുക്കുക എന്നത് അദ്ദേഹത്തിനൊരു ജോലിയായിരുന്നില്ല, അതൊരു പാഷനായിരുന്നു. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും അദ്ദേഹം അത് തുടർന്നു. 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ IIM-ൽ വെച്ച് വിദ്യാർത്ഥികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ട്, പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു യഥാർത്ഥ കർമ്മയോഗിയുടെ വിടവാങ്ങൽ. അപ്പോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഡോക്ടർ കലാമിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്? ശരിക്കുള്ള വിജയമെന്നത് വലിയ പദവികളോ അല്ലെങ്കിൽ ഒരുപാട് പണമോ ഒന്നുമല്ല, മറിച്ച് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ നേടാനായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ സ്വഭാവശുദ്ധിയുമാണ് യഥാർത്ഥ വിജയം. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ടാണ്. ഇതെന്റെ ചോദ്യമല്ല, ഡോക്ടർ കലാമിന്റെ ജീവിത സന്ദേശം നിങ്ങളോടാണിത് ചോദിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നം എന്താണ്? ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.